ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സൗമ്യ. ഞാനും യൂട്യൂബിൽ ഒരു പുതിയ മെമ്പറാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ചെടികളെ കുറിച്ചുള്ളതാണ്. എൻ്റെ വീട്ടിലുള്ള ചെടികളാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ യൂട്യൂബ് കാണാൻ തുടങ്ങിയ കാലം തൊട്ട് ഞാൻ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യുന്നത് ചെടികളെക്കുറിച്ചുള്ള വീഡിയോസാണ്. ചെടികളെക്കുറിച്ച് വീഡിയോസ് ഇടുന്ന ഒട്ടുമിക്ക യൂട്യൂബേഴ്സിൻ്റെയും ഒരു സബ്സ്ക്രൈബർ കൂടിയാണ് ഞാൻ. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് ചെടികൾ. ഈ യൂട്യൂബിൽ നിന്നാണ് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുള്ളത്. ചെടികൾ അത് ഏത് കാലാവസ്ഥയിൽ നടാം, എങ്ങനെ നടണം, അതിന് വേണ്ടുന്ന പോട്ടിംഗ് മിശ്രിതങ്ങൾ എന്തൊക്കെയാണ്, എല്ലാം ഞാൻ പഠിച്ചിട്ടുള്ളത് യൂട്യൂബിൽ നിന്നാണ്. യൂട്യൂബ് മാത്രമല്ല, ഫേസ്ബുക്കിലും ഇതുപോലുള്ള ഒരുപാട് ചാനലുകളുണ്ട്. അപ്പോൾ അത്തരം ചാനലുകളിൽ വരുന്ന ഫോട്ടോസും വീഡിയോസും ഒക്കെ ഞാൻ കാണാറുണ്ട്, ലൈക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ എല്ലാവരും എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ പ്രോത്സാഹനം എന്നോടൊപ്പം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതെൻ്റെ വീട്ടിലെ താമര നട്ടിട്ടുള്ള ചട്ടിയാണ് കേട്ടോ. താമരയുടെ വിത്ത് ഞാൻ ഓൺലൈനിൽ വാങ്ങിയിട്ട് നട്ട് പിടിപ്പിച്ചതാണ്. ആദ്യം ഞാൻ കുറച്ച് തൈകൾ വേറൊരു പാത്രത്തിൽ നട്ടതിന് ശേഷം അത് ഓക്കെ ആയപ്പോൾ ഞാൻ ഈ ചട്ടി വാങ്ങി ഇതിലേക്ക് നട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഈ ചട്ടി ഞാനിവിടെ ഈ ടൈലിൽ കുറച്ച് ടൈലൊക്കെ എടുത്ത് മാറ്റി അതിലേക്ക് ഇറക്കി വെച്ചിട്ടാണുള്ളത്. പകുതി ഭാഗം മണ്ണിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് 2 മാസമായി നട്ടിട്ട് വന്നിട്ടില്ല. 4-5 മാസം എടുക്കും പൂവൊക്കെ വരാനായിട്ട്. ഇത് ഗപ്പി മീനുകളുടെ കുഞ്ഞുങ്ങളെ ഇട്ടിട്ടുള്ള ബേസിനാണ് കേട്ടോ. അതിൽ പായലും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഗപ്പി മീനുകളെ താമരയുടെ ചട്ടിയിലുണ്ട്. അപ്പോൾ അതുങ്ങളുടെ കുഞ്ഞുങ്ങളെ വേർതിരിച്ചിട്ടതാണ്. ഇത് പോത്തോസ് എൻജോയ് എന്ന് പറയും, മണി പ്ലാന്റിൻ്റെ വേറൊരു വേർഷനാണ്. പിന്നെ ഇത് മണി പ്ലാന്റ് അത് അങ്ങേറ്റിരിക്കുന്നത് ടർട്ടിൽ വൈനാണ്, തൂക്കുചട്ടിയിലിടുന്നത്. ഇത് മന്ദാരാണ്. ആന്തൂറി നട്ടപ്പോൾ അതിൽ മന്ദാരത്തിൻ്റെ വിത്ത് വീണ് മുളച്ചു വന്നതാണ് കേട്ടോ. ഇതും ആന്തൂര്യത്തിൻ്റെ തൈ തന്നെയാണ്. പിന്നെ ഉള്ളത് മെലസ്റ്റോമയാണ്. മെലസ്റ്റോമയുടെ വേറൊരു ചെടിയുണ്ട്. ഞാൻ അതിൽ നിന്ന് കുറച്ച് കട്ട് ചെയ്തിട്ട് നട്ട് നോക്കിയതാണ്. ഇപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഷെയ്ഡിൽ ഇങ്ങനെ വെച്ചേക്കാണ്, പിടിക്കുമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇത് വന്നിട്ട് കടലാസ് ചെടിയാണ്, ബോഗൈൻവില്ല. ഇതൊരു മജന്ത കളറാണ്. ഇത് ഞാൻ കമ്പ് മുറിച്ച് നട്ടതാണ്. ഇത് ചെത്തിയാണ്. ഇതെല്ലാം ഞാൻ പോട്ടിംഗ് മിശ്രിതം കറക്റ്റാക്കി എടുത്തതിന് ശേഷം ഞാൻ റൂട്ടിംഗ് ഹോർമോൺ മുക്കിയിട്ട് നട്ടിട്ടുള്ളതാണ് കേട്ടോ. ഇത് ഞാൻ ആലുവ മണപ്പുറത്തുനിന്ന് വാങ്ങിയിട്ടുള്ള ചെടിയാണ്. എനിക്ക് എൻ്റെ പേരറിയില്ല. ഇപ്പോൾ നന്നായിട്ട് വളർന്നു വന്നിട്ടുണ്ട്. പിന്നെ ഇത് പെൻസിൽ ഗ്രെയിൻസ് എന്ന് പറയും, ഡയാന്തസ് എന്നോ അങ്ങനെ എന്താണ് പേര്. ഇത് ആലുവയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ്. പല കളറിൽ വാങ്ങിയിട്ടുണ്ട്. ഇപ്പം അതിൻ്റെ പൂവൊക്കെ കൊഴിഞ്ഞു തുടങ്ങി. ഇതാണ് വേറൊരു മുൾച്ചെടിയാണ്, അത് വേറെ. ഇത് നമ്മുടെ വീടിൻ്റെ ഒരു കോർണർ ഭാഗമാണ്. ഈ ഭാഗത്ത് ഞാൻ ഈ പുൽച്ചെടി വാങ്ങി വെച്ചിട്ടുള്ളതാണ്. ഇതൊക്കെ ആലുവ മണപ്പുറത്തുനിന്നാണ് കേട്ടോ വാങ്ങിയത്. ഇത് സ്പൈഡർ പ്ലാന്റ് എന്നാണ് അതിൻ്റെ പേര്. നല്ല ഭംഗിയാണ് ഇതിങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ നിൽക്കുന്നത് കാണാനേ. അപ്പോൾ വീടിൻ്റെ ഒരു കോർണറാണിത്. ഇത് വന്നിട്ട് മണി പ്ലാന്റ് ആണ്. മണി പ്ലാന്റ് നട്ടിട്ട് ഇങ്ങനെ കയറൊക്കെ കെട്ടിക്കൊടുത്ത് ഇങ്ങനെ പിടിച്ച് വരുന്നുണ്ട്. ഇത് വീടിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് കേട്ടോ. ഇനി ബാക്കിയുള്ള ചെടികളോട് കാണാം കേട്ടോ. മതിലിൻ്റെ മുകളിലൊക്കെ കുറച്ച് ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഭയങ്കര വെയിലാണ്. ഇപ്പോൾ വേനലിൽ ഇങ്ങനെ ചെടികളൊക്കെ ഭയങ്കര വെയിൽ പൊള്ളി നിൽക്കുകയാണ് ഇങ്ങനെ. ഇതെൻ്റെ വെള്ള റോസയാണ് കേട്ടോ. ഉണ്ടോ റോസ എങ്ങനെ നട്ടാലും പിടിക്കാൻ ഭയങ്കര പാടാണ്. നാടൻ റോസ് പിടിച്ചു കിട്ടും, അല്ലാതെ നമ്മൾ വാങ്ങിച്ച് വയ്ക്കുന്ന റോസുകളൊക്കെ പിടിച്ചു കിട്ടാൻ ഭയങ്കര പാടാണ്. ഇതെന്ത് ചെടിയാണെന്ന് അറിയില്ല, തനിയെ മുളച്ചു വന്നാണ്. പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാനല്ലേ. ഇതൊക്കെ എൻ്റെ തുളസികളാണ് കേട്ടോ. തുളസി തറയിൽ നട്ട തുളസി പൂവിടുമ്പോൾ ഞാൻ അതെടുത്ത് പൊട്ടിച്ച് ഇവിടേക്ക് ഇട്ടതാണ്. ഇപ്പോൾ അതൊക്കെ നിറയെ കാട് പോലെ വന്നിട്ടുണ്ട്. ഇത് ചെത്തിയാണ്. ഇതൊന്നും പൂവിട്ടിട്ടില്ല. ഇതൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. ഒരെണ്ണം മാത്രമേ പൂവിട്ടിട്ടുള്ളൂ കണ്ടോ. പിന്നെ ഇത് മുല്ല. ഇപ്പം മുല്ലയുടെ സീസണാണ്. അപ്പോൾ കുറേയൊക്കെ പൂത്ത് പോയി. മുട്ട് വന്നുണ്ട്, അടുത്ത മുട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ ഇനി ട്രിം ചെയ്ത് കൊടുക്കണം. ഇതെൻ്റെ തുളസി തറയാണ് കേട്ടോ. ഇതാണ് എൻ്റെ മെലസ്റ്റോമയുടെ ചെടി. ഇത് ഈ മെലസ്റ്റോമ കൊണ്ട് നട്ടിട്ട് ഒരു കൊല്ലമായിട്ടുണ്ടാവും. ഇപ്പോൾ ഇത് നിറയെ പൂത്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ പൂട്ട് കഴിയാറായി എന്ന് തോന്നുന്നുണ്ട്.
അതും മെലസ്റ്റോമയുടെ ചെടിയാണ്. അതിൽ വേറൊരു പൂ വിരിയണത് പ്ലാസ്റ്റിക് പൂവാണ് കേട്ടോ. അത് വെറുതെ കൊണ്ടേ ഒരു ഭംഗിക്ക് കുത്തി വെച്ചതാണ്. കണ്ടോ, മെലസ്റ്റോമയുടെ ചെടി തന്നെയാണത്. ഇത് നമ്മുടെ കാശിത്തുമ്പ എന്ന് പറയും, ചിലർ ഇതിനെ വാത്സ്യം എന്നൊക്കെ പറയും. അതാണിത്. ഭയങ്കര വെയിലായതുകൊണ്ട് വാടിക്കണം. ഇതിൻ്റെ പേരെനിക്കറിയില്ല, പക്ഷെ നല്ല ഭംഗിയാണ് ഈ പൂവാണ്, നല്ല കളറാണ് അല്ലേ. ഇതിൻ്റെ പേരെനിക്കത്ര അറിയില്ല. അമ്പലത്തിലൊക്കെ പൂജയ്ക്കൊക്കെ എടുക്കുന്ന പൂവാണിത്. ഇതിൻ്റെ ഒരു 8-10 കൊമ്പെങ്കിലും ഞാൻ കൊണ്ട് വെച്ചിട്ടുണ്ടാകും. അതൊന്നും പിടിച്ചില്ല. ലാസ്റ്റ് ഒരെണ്ണം പിടിച്ച് കിട്ടിയതാണിത്. ഇപ്പം നന്നായിട്ട് പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇത് മന്ദാരമാണ്. മന്ദാരം ഞാൻ വെട്ടിക്കളഞ്ഞതാണ്. കുറേ കാട് പോലെ വളർന്നിട്ട് വെട്ടിക്കളഞ്ഞിട്ട് ഇപ്പോൾ ഒരു 2-3 ആഴ്ച ആയിട്ടുണ്ടാകും. അപ്പോഴേക്കും തന്നെ അതിൽ ഇലകളൊക്കെ ഒന്ന് നിറഞ്ഞു. പൂവൊക്കെ വരാറായിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്ക് വെട്ടി കൊടുക്കണം നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നിറയെ പൂക്കുമല്ലോ. ഇത് മൊസാണ്ടയുടെ ചെടിയാണ് കേട്ടോ. ഈ മന്ദാരവും മൊസാണ്ടയും ഒരുമിച്ചാണ് നിന്നിരുന്നത് കാട് പോലെ. അത് വെട്ടിക്കൊടുത്തിട്ട് രണ്ടും ഇപ്പം മുളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിലൊരു വെറ്റിലക്കൊടി നിൽപ്പുണ്ട് കേട്ടോ. അതും പിടിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇത് ചാമ്പങ്ങയുടെ ചെടിയാണ്. ചാമ്പയ്ക്ക തിന്നിട്ട് എപ്പോഴും ഇട്ടപ്പോൾ അതിൻ്റെ കുരു മുളച്ചു വന്നതാണ്. വളരുമായിരിക്കും. പ്ലാവാണ് ഇത്. ഞങ്ങൾ വീട് വെച്ചപ്പോൾ കൊണ്ടുവച്ച പ്ലാവാണ്. ഇതുവരെ ഇത് വളർന്നിട്ടില്ല. ഒരു 3 കൊല്ലം ആവാറായിട്ടുണ്ട്. വളരുമാവോ. ഇത് ആന്തൂറിയത്തിൻ്റെ ചെടിയാണ്. ഇത് ഇവിടെ ഭയങ്കര വെയിൽ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ചെടിയൊക്കെ ഇങ്ങോട്ട് നശിച്ചു തുടങ്ങി. ഇനി ഇതൊക്കെ മാറ്റിയിട്ട് വേറെ നടണം. ഇപ്പോൾ ഈ കുഴി എടുത്തിരിക്കുന്നത് കണ്ടില്ലേ, ഇത് എന്തിനാ വെച്ചാൽ നമ്മുടെ താമര കുറച്ച് ഇങ്ങോട്ടേക്ക് നടണം. അതുപോലെ കുറച്ച് ഗപ്പികളെയും കൂടി ഇതിൽ വളർത്താൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ലോക്ക്ഡൗൺ സമയത്ത് ഞങ്ങൾ ചെയ്തതാണ്. ഇതിലൊക്കെ മണ്ണൊക്കെ ഉണ്ട്, ചെടിയൊക്കെ ഉണ്ടായി. അതൊക്കെ എടുത്ത് മാറ്റിയിട്ട് വെച്ചതാണ്. ഇത് കുറച്ച് കുമ്പളങ്ങയും മത്തങ്ങ ഏതാണ്ടൊക്കെ ഇട്ടിട്ട് അതൊക്കെ മുളച്ച് വന്നതാണ്. അതൊക്കെ ഇങ്ങനെ ചാക്കിലാക്കി വെച്ചതാണ്. എല്ലാം കൂടി കൂട്ടം കൂടി നിന്നിട്ടേ മാറ്റി നട്ടതാണ്. ഇതാണ് ഞങ്ങളുടെ പപ്പി. ഉണ്ടോ, പപ്പി നോക്കുകയാണ് ഞാൻ എന്തിനാ ഇവിടെ വന്നേക്കണേന്ന്. ഇത് ഞങ്ങളുടെ വീട്ടിലൊരേ ഒരു പട്ടിയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ വീട്ടിലെ ചെടികളുടെ വിശേഷം. ഇത് ടേർട്ടിൽ വൈനാണ്. ടേർട്ടിൽ വൈൻ മേടിച്ചിട്ട് കുറച്ച് നാളായുള്ളൂ. അതിങ്ങനെ വളർന്ന് വന്നുണ്ട്. എന്നാലും ഇത് വൈകുന്നേരം ഭയങ്കരമായിട്ട് വെയിൽ ഇങ്ങോട്ടേക്ക് അടിക്കണ്ടേ. അപ്പോൾ അതിൻ്റെ നിറം ഇങ്ങനെ മങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത് മണി പ്ലാന്റ് തന്നെയാണ്. ഇതും ഞാൻ തൂക്കുചട്ടിയിൽ നട്ടിരിക്കുകയാണ്. അതിപ്പോൾ നല്ലവണ്ണം പിടിച്ചു വന്നിട്ടുണ്ട്. ഇതും നേരത്തെ കാണിച്ച പോലത്തെ മണി പ്ലാന്റിൻ്റെ മറ്റേ പോത്തോസ് എന്ന് പറഞ്ഞില്ല, അതാണിത്. ഞാൻ ബാക്കിയുള്ള ചെടികളും കൂടി കാണിച്ചു തരാം. ഇതാ കടലാസ് പൂവ് കണ്ടോ. കടലാസ് പൂവിൻ്റെ സീസൺ കഴിയാറായെന്ന് തോന്നുന്നുണ്ട്. പൂവൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ. ആ സീസണിൻ്റെ സമയത്ത് എടുക്കണമെന്ന് വിചാരിച്ചതാണ്, ഒന്നും പറ്റിയില്ല. ഇതൊക്കെ ഞാനിപ്പോൾ ട്രിം ചെയ്ത് കൊടുത്തപ്പോൾ അതിൽ പൂക്കളൊക്കെ പോയി. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ വീട്ടിലെ ചെടികളുടെ വിശേഷം. ഇനി ഇടയ്ക്കൊക്കെ ചെടികളുടെ വീഡിയോസൊക്കെ ഇടാം. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ മറക്കാതെ കാണുക. ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അത് ഞങ്ങളുടെ ഒരു ഐഡിയ ആണ്. ചെടി ഇങ്ങനെ കമ്പിയിൽ വെച്ചിട്ട് തൂക്കിയിട്ടേക്കണം. നല്ല ഭംഗിയാണിത് കാണാനായിട്ട്. ഇപ്പോൾ ഭയങ്കര വെയിലായതുകൊണ്ട് ഇവിടെ നിൽക്കാൻ പറ്റണില്ല. അപ്പോൾ എൻ്റെ താമരയൊക്കെ വിരിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ ഇനി അതിൻ്റെ ഒരു വീഡിയോ ഇടുന്നതായിരിക്കും. അതിൻ്റെ ഉള്ളിൽ കുറച്ച് മീനുകളൊക്കെ ഉണ്ട്. മീനുകളൊന്നും ഇപ്പോൾ ഇലകൾ വന്ന് നിറഞ്ഞിട്ട് കാണാൻ പറ്റണില്ല. നിറയെ ഇല, ഇനി സ്ഥലമില്ല എന്ന് തോന്നുന്നു ചട്ടിയിൽ. പിന്നെ ഇത് വന്നിട്ട് പെറ്റൂണിയ എന്ന് പറഞ്ഞിട്ടുള്ള ചെടിയാണ്. നല്ല ഭംഗിയാണ് ഇത് കാണാൻ. ഇതും ആലുവയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കണം. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. എൻ്റെ ചെടികളും പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, എല്ലാവരും ടേക്ക് കെയർ. ബൈ ബൈ.